ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കാബേജ് തോരനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഒരു 1/2 കിലോൻ്റെ അളവിൽ കാബേജ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കൂടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ കാബേജ് ഒന്ന് കട്ട് ചെയ്ത് വരാം. അതിനായിട്ട് നല്ല മൂർച്ചയുള്ളൊരു കത്തി എടുക്കുക. നമ്മൾ കാബേജ് കട്ട് ചെയ്യുന്നത് ഈ തരത്തിലാണ്. വളരെ നൈസായിട്ട് നീളത്തിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല അടിപൊളിയായിട്ട് ആവിയിൽ തന്നെ വേവിച്ച തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സദ്യക്കൊക്കെ ഇതേമാതിരിയാണ് നമ്മൾ കട്ട് ചെയ്ത് തോരൻ വെക്കാറ്. കണ്ടില്ലേ, നല്ല നൈസായിട്ടുണ്ട്. ഇനി അത് ഞാനൊരു സ്ട്രൈനറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കാബേജിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം മാത്രം അതാ മാറ്റി വെച്ചു. ഇനി ആ ക്യാരറ്റും അതേപോലെ തന്നെ നമ്മൾക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾക്കത് നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ടും എടുക്കാം. അപ്പോൾ എല്ലാം നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അതുകൂടി ഞാനത് ആ സ്ട്രൈനറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ആ വെള്ളം ഒന്ന് വാരാനായിട്ട് വെക്കണം. ഇനി വേണ്ടത് ഒരു 6 പച്ചമുളകാണ്. 6 പച്ചമുളക് നൈസായിട്ട് ഇതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു 1/4 മുറി നാളികേരം ചിരവിയതാണ്. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക. നിർബന്ധമായിട്ട് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ കടുകും ചേർത്ത് കൊടുത്തിട്ട് തീ ലോ ടു മീഡിയം ഫ്ലെയിമിലും താഴെ വെക്കണം. എന്നതിന് ശേഷം കാബേജ്, ക്യാരറ്റ്, പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഇത് അല്പം ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇതുകൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മിക്സിങ് ആയിരിക്കണം. ആ ഉപ്പിലും എണ്ണയിലും കിടന്നത് നമ്മൾ ആവിയിൽ വെന്തോളും. നല്ലപോലെ മിക്സ് ചെയ്ത് ഇതേപോലെ ആക്കിയിട്ട് നമ്മളൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് വീഡിയോയിൽ കണ്ടാൽ അറിയാം കാബേജൊക്കെ ഒന്ന് വെന്ത് ഒരുവിധം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. എന്നതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ കാബേജ് തോരൻ വെക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ല. ഇതേപോലെ കട്ട് ചെയ്ത് ആവിയിലൊന്ന് വേവിച്ചെടുത്ത് തോരൻ വെച്ച് നോക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇഷ്ടപ്പെടും. 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതാ എടുക്കുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മളെ കാബേജ് വെന്ത് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം. ഈ സമയത്ത് നമ്മൾ ആ നാളികേരം ചിരവിയത് കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ. അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ഞാൻ നോക്കുമ്പോൾ കറക്റ്റായിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളി തോരനായിട്ടുണ്ട്. ഇനി നമ്മളത് ആവിയിൽ ഒന്നുകൂടി ഒരു 4-5 മിനിറ്റ് മൂടി വയ്ക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം. കണ്ടില്ലേ, നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട്. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഇതാ പകർത്തി കൊടുത്തു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ കാബേജ് തോരൻ എന്തായാലും ഒന്ന് വെച്ച് നോക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയുന്നത് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കാബേജ് തോരനുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അല്പം മോര് കാച്ചിയതും. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.